ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ സംഭവമാണ്. സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. ധനാഢ്യന്മാർ വളരെ കുറച്ചാണ്. ആരും ആയിക്കോട്ടെ, ധനാഢ്യന്മാരായാലും ശരി, സാധാരണക്കാരനായാലും ശരി, അതിലും താഴ്ന്ന നിലവിലുള്ള ആളായാലും ശരി തന്നെ, നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ യാചിക്കുന്നു, അതായത് ധർമ്മം ചോദിക്കുന്നു, അവൻ കൈനീട്ടുന്നു, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവനങ്ങനെ കൈനീട്ടുമ്പോൾ നിങ്ങൾ മറ്റൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഒന്നിൽ 5, 10, 50, 100 എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ളത് അവന് കൊടുക്കുക. അവനത് കൊടുക്കണം, നിർബന്ധമായ കാര്യം തന്നെ. അതല്ലാതെ കണ്ട് അവനോട് ചില ആൾക്കാർ ചോദിക്കും, അല്ല നിങ്ങൾക്ക് പോയി ജോലി ചെയ്തുകൂടെ, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, നല്ല ശരീരഭാഗമാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് പോയി ജോലി ചെയ്തുകൂടെ എന്നൊക്കെ ശകാരിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം ആൾക്കാർ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഇതിനൊന്നിനും നിങ്ങൾ പോകരുത്. ആ കൈ നീട്ടുന്നവന് ധർമ്മം നിങ്ങൾ കൊടുക്കണം. ആ ധർമ്മം എന്ന് പറഞ്ഞാൽ അവൻ ആ കാശ് മേടിച്ചിട്ട് ആ വരുന്ന പാർട്ടികളിൽ ഒരു പക്ഷേ കുറച്ച് നല്ല ആൾക്കാർ കാണും, ഒരു പക്ഷേ ഉന്നതമായ മഹാന്മാർ കാണും, ഒരു പക്ഷേ മോശ നടപടികളുള്ള ആൾക്കാരും കാണും. ആരും ആയിക്കോട്ടെ, നിങ്ങളെ കടമ അങ്ങ് ചെയ്യണം. അഥവാ ഈ ധർമ്മം ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ധർമ്മം മേടിക്കുന്ന ആൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, കാശ് മേടിച്ചിട്ട് ഭൂരിപക്ഷം ആൾക്കാരും അൽഹംദുലില്ലാഹ് പറയുന്നവരേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും പടച്ചവനേ നിനക്ക് തന്നെ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർമ്മം മേടിച്ചുകൊണ്ട് അവനതാ പോകുന്നു. ഈ അൽഹംദുലില്ലാഹിയുടെ ഗുണം അല്ലാഹ് ഈ കൊടുക്കുന്ന ആളിന് ഈ അൽഹംദുലില്ലാഹിയുടെ ഗുണം കിട്ടുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ല കിട്ടുന്നത്, ദുനിയാവിലും ആഖിറത്തിലും ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ ധർമ്മം കൊടുക്കുന്നവന് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതായത് നമ്മുടെ പള്ളിയോരങ്ങളിലെല്ലാം വഞ്ചികൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അതിലെഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നു, ആയത്തുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ധർമ്മം കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്, ആരെങ്കിലും ധർമ്മം കൊടുത്താൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ബലാ മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, ആപത്തുകൾ ഇതെല്ലാം വരാനുണ്ടു എങ്കിൽ അതിനെ എല്ലാത്തിനെയും ഈ ധർമ്മം തട്ടിമാറ്റി കളയുന്നതാണ്. അതുകൊണ്ട് ധർമ്മം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ആര് വന്നാലും കൊടുക്കണം. ആളിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കേണ്ട. ഒരു പക്ഷേ ഈ വന്നയാളുണ്ടല്ലോ ഏറ്റവും ഒരു കവടക്കാരനായിരിക്കും, വെറും മോശക്കാരനായിരിക്കും വന്നത്. ആ മോശക്കാരൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നവൻ കൈനീട്ടുന്നു. ഈ സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ കൊണ്ടുചെന്ന് അവൻ്റെ കയ്യിൽ കൊടുക്കുക, പൈസ കൊടുക്കുക. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ഒരു നിമിഷം അവൻ അവിടെ നിന്ന് ചിന്തിച്ചു പോകും, പടച്ചവനെ അല്ലാഹ്, ഇന്നലെ വരെയും പടച്ചവനെ എന്ന് വിളിക്കാത്ത ഈ മനുഷ്യൻ ആ നിമിഷം ഈ പൈസ അവൻ്റെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അവൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവനെങ്ങനെ ചിന്തിക്കുന്നു, അല്ലാഹ്, ഞാൻ വെറും മോശക്കാരനല്ലേ, ഞാൻ ഇന്ന പ്രവൃത്തികൾ, ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നവനല്ലേ, എന്നിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ഒരു വൈരാഗ്യം കാണിക്കാതെ, ഒരു ബുദ്ധിമുട്ട് കാണിക്കാതെ ആ മനുഷ്യൻ അതാ ചിരിച്ചുകൊണ്ട് പൈസ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ വെച്ചു എന്നല്ലാ എന്നവനങ്ങ് ചിന്തിക്കുകയും ആ നിമിഷം തൊട്ട് അവൻ്റെ മുമ്പ് നടന്നിട്ടുള്ള എല്ലാ പ്രവൃത്തികളെയും, എല്ലാ മോശവശങ്ങളെയും അവനതാ തട്ടിപ്പളഞ്ഞ് അവൻ പശ്ചാത്തപിച്ചിട്ട്, അവൻ അസൗല്ലാഹയും പറഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് അവൻ നല്ല മാർഗത്തിലേക്ക് അവൻ തിരിയുന്നുണ്ട്. അവൻ്റെ പഴയ സ്വഭാവങ്ങളെല്ലാം അവൻ കളയുകയാണ്. അങ്ങനെ ഒരു സന്മാർഗത്തിലേക്ക് അവൻ തിരിയുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഈ പൈസ കൊടുത്ത ആളിനും ആ ആളിൻ്റെ കുടുംബത്തിനും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് ആര് വന്നാലും ശരി തന്നെ ധർമ്മം കൊടുക്കണം. ധർമ്മം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും വേണ്ട.
ധർമ്മം നിങ്ങൾ കൊടുക്കണേ. ആര് വന്നാലും അവനെ വിഷമിപ്പിച്ചു പറയല്ലേ വിടല്ലേ. അതാ ഈ ധർമ്മത്തിൽ വരുന്ന ആളുകൾ വളരെ കൂടുതൽ മെച്ചപ്പെട്ട അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതന്മാരായിരിക്കും. അതിൽ നിന്നും നമുക്ക് ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബാശ്വര്യവും മാലിന്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ധർമ്മം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. നമ്മൾ ധർമ്മം ചെയ്യണം. ആ കാര്യത്തിൽ യാതൊരു മടിയും വേണ്ട. തക്കാലം ഞാൻ ഇപ്പോൾ ഇത്രയും ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നീട് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.